ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ്, സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത്. നൈറ്റ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Queen of Cups, the High Priestess, the Moon, Page of Cups, King of Cups. Page of Cupsum King of Cupsum ഒക്കെ വന്നിട്ടുണ്ട്. Ace of Wands വന്നിരിക്കുന്നു. Emperor, Four of Swords, Eight of Cups, Queen of Pentacles, the Temperance, Death, Hierophant, Nine of Swords, Five of Pentacles, Queen of Wands, Six of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ്. ഹെർമിറ്റ് മൂഡിലാണ് പലരും എന്ന് കാണുന്നുണ്ട്. ഹെർമിറ്റ് മൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സന്യാസ മൂഡിലാണ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, നൈറ്റ് ഓഫ് വാൻസ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട്. എന്തിനു വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുക. ഇവിടെ കണ്ടില്ലേ, ക്യൂൻ ഓഫ് കപ്സ്, കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതുപോലെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് എന്താണ്, വാൻസ് ഓഫ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോഴിവിടെ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ആക്ഷൻ വരുന്നുണ്ട് എന്നായിരിക്കണം ഇവിടെ പറയാൻ പറ്റുന്നത് എന്ന് തന്നെയാണ്. ഇവിടെ ആക്ഷൻ എടുക്കുന്നു, നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. കണ്ടില്ല, നിങ്ങളുടെ ലവിന് വേണ്ടി, നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി, പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ തുടങ്ങുകയാവാം, ഇന്നതുപോലെ സുന്ദരനായ വ്യക്തി അല്ലെങ്കിൽ സുന്ദരിയായ വ്യക്തി വേണം ലൈഫിലേക്ക്. അങ്ങനെ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു വ്യക്തി വരാൻ വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ആക്ഷൻ എടുക്കും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നു, പെട്ടെന്ന് തന്നെ ആക്ഷൻസ് വരുന്നുണ്ട് ഇവിടെ. അതിനായിട്ടുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ട്. മെസ്സേജ് വരാൻ, അല്ലെങ്കിൽ കാൾ വരാൻ, അല്ലെങ്കിൽ ആൾ തന്നെ നേരിട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. ഇവിടെ അടുത്തതായിട്ട് മൂണിൻ്റെ എനർജി കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പേടി അനുഭവിക്കുന്ന അവസ്ഥ. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. കാരണം ഇവിടെ പ്രണയമാണ്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, കിങ് ഓഫ് കപ്സ്. ഇവിടെ മുഴുവനും കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രണയപരമായ, അതായത് ലവ് പരമായ കാര്യങ്ങൾ, അതിലൂടെ ഇടപെട്ടിട്ട് പേടിയും വിഷമവും ഒക്കെ അനുഭവിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇവിടെ ശരിയായ ആക്ഷൻ എടുക്കാൻ ഇവിടെ അറിയാം. മനസ്സിലായില്ലേ? ഇവിടെ ശരിയായ ആക്ഷൻ എടുത്ത് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരുടെ എനർജിയാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് താനും. പക്ഷേ ചില കാര്യങ്ങളിൽ അടിപതറിപ്പോയി. അവിടെ അതുകൊണ്ട് സമൂഹത്തിലൊക്കെ എങ്ങനെയാണ് മുഖം കാണിക്കുന്നത്? സൊസൈറ്റി ഫിയറാണ് അനുഭവിക്കുന്നത്. വെളിയിലിറങ്ങാൻ വയ്യ, മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെയുള്ള പേടി ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ല എങ്കിൽ ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ പരാജയമാവാം.
കിട്ടിയ ജോലി നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ പേടി അനുഭവിച്ചിരിക്കുക. മനസ്സിലായില്ല? സാമ്പത്തികം ഒരുപാട് നഷ്ടപ്പെട്ട അവസ്ഥ, അതുകൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, പേടി അനുഭവിക്കുന്നുണ്ട് എന്നും ഇവിടെ പറയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പേജ് ഓഫ് കപ്സ്, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സും കണ്ടില്ലേ, ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ്. നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കും, നിങ്ങൾ അവരിലേക്ക് വന്നു ചേരുക. ഇതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഒരുപാട് കാണുന്നത്. കാരണം ഇവിടെ കണ്ടില്ലേ, 8 ഓഫ് കപ്സ് വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് വിട്ടുപോയിരിക്കുന്നു, ഇവിടെ 9 ഓഫ് സോഡ്സ്, ഇവിടെയും ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. പലരുടെയും ഇവിടെ ഓവർ തിങ്കിങ് ആണ്. കണ്ടില്ലേ, പലരുടെയും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ലൈഫിൽ നിന്ന് അകന്നു പോയവരുണ്ട്, സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നവർ വേർപെട്ട് കഴിയുന്ന അവസ്ഥയുണ്ട്. സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേർ ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഒത്തിരി സ്നേഹിച്ചിരുന്ന വ്യക്തികൾ അകന്നു പോയിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, അകന്നു പോയിരിക്കുന്നു. സാമ്പത്തികത്തിൻ്റെ പേരിൽ ഇവിടെ ഡിവോഴ്സ് നടന്നിരിക്കുന്നു. വഴക്ക്, എന്നും ബഹളം വീട്ടിൽ. സാമ്പത്തികമില്ലായ്മ നിമിത്തം, അസുഖം നിമിത്തം ബഹളം വീട്ടിൽ. അത് നിമിത്തം നിങ്ങൾ അങ്ങോട്ട് ചായാൻ തയ്യാറെടുത്തിരിക്കുകയാണ്, അങ്ങോട്ട് വീഴാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിട്ടുണ്ട്. എപ്പോഴും ഏത് സമയത്തും നല്ലൊരു കാറ്റ് വന്നാൽ വീഴാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് ചില ആൾക്കാരുടെ അവസ്ഥ എന്ന് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ നിന്നെല്ലാം മുന്നോട്ടൊരു വരണം, മുന്നോട്ടൊരു നല്ല പോസിറ്റീവായിട്ടൊരു സാഹചര്യത്തിലേക്ക് നീങ്ങണം, മുന്നോട്ടൊരു മാർഗം ലഭിക്കണം, മുന്നോട്ടൊരു ലക്ഷ്യമുണ്ടാകും, മുന്നോട്ടൊരു വഴി വേണം. അതിനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്, ഇവിടെ ഹെറോഫൻ്റ് എനർജി വന്നിട്ടുണ്ട്. പലർക്കും നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് പലരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പലർക്കും ജോലി കാര്യങ്ങളിൽ ഇവിടെ ഓവർ തിങ്കിങ് ആവാം, ജോലി ലഭിക്കാത്തതിൽ, കിട്ടിയ ജോലി പോയതിൽ ഓവർ തിങ്കിങ്, അങ്ങനെയുമുള്ള അവസ്ഥയുണ്ട്. പലർക്കും ഇവിടെ ഗവൺമെൻറ് ജോബ് കിട്ടാനും പെർമനൻ്റായ ഒരു ജോലിയിലേക്ക് പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് ഉള്ള ജോലിയാവാം, പെർമനൻ്റായി കിട്ടുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ചിലപ്പോൾ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം. ഇവിടെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ലൈഫിൽ എന്നിവിടെ കാണുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയ ചില സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്നു, പുതിയ ജോലിയിലേക്ക് പോവുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള ഒരു എനർജി ഇവിടെയുണ്ട്. പലർക്കും പുതിയ ജോലിയിലൂടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി, അല്ലെങ്കിൽ വീട്ടിലിരുന്നാലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന എനർജി, അല്ലെങ്കിൽ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ, അത്ര നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികത്തിൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറൻസ്, അതുവഴി പ്രതീക്ഷ നിറഞ്ഞ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. പലരും റെയിൻബോ കാണുന്നവരുണ്ടാവാം, റെയിൻബോ കാണുന്നു, ഏഞ്ചൽ നമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, ബട്ടർഫ്ലൈസിനെ കാണുന്നു. ജീവിതത്തിലൊരു മാറ്റം തന്നെ വരികയാണ്. ജീവിതത്തിൽ അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒന്നിലും വലിയ പ്രശ്നങ്ങളില്ലാതെ, റിലേഷൻഷിപ്പിലായാലും ഫിനാൻസ് പരമായ കാര്യത്തിലായാലും എന്തിലായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ എടുത്തു വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും പരാജയം സംഭവിച്ചിട്ടുണ്ട്. കോടതി കേസുകൾ ഒക്കെയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടം അനുഭവിക്കുന്നവർക്ക് നല്ല ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട്. ഹെറോഫിൻ്റെ എനർജിയാണ് പിന്നീട് വരുന്നത്. കണ്ടില്ലേ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. എപ്പോഴും ദൈവികമായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ഈ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ നിന്ന് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കേസ് കാര്യങ്ങളിലെ വിജയം, ജോലിക്കാര്യങ്ങളിലെ വിജയം, വീട് വയ്ക്കാനും സാമ്പത്തികപരമായി ഒരുപാട് വന്നു ചേരാനും മണി വന്നു ചേരാനുമുള്ള കാര്യങ്ങൾ,
അതിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ജോലിക്കാര്യങ്ങൾ ക്യൂൻ ഓഫ് വാൻസ് ആണ്, കണ്ടില്ലേ? സമൂഹത്തിൽ ഒരുപാട് പേർക്ക് നല്ല പദവി ലഭിക്കുന്നുണ്ട്. എല്ലാവരും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ വളരെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. അതുവഴി നിങ്ങളെ സേവിച്ച് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർ, നിങ്ങളുടെ അടുത്തുനിന്ന് മാറാതെ വിട്ടുപിരിയാതെ നിൽക്കുന്ന ചില ആൾക്കാരും കാണും എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. പെൻറ്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ എല്ലാ എനർജീസും ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്നെല്ലാം നല്ല ഒരു ചേഞ്ച് വന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ, അപ്രതീക്ഷിതമായി പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. കണ്ടില്ലേ? കോടതി സംബന്ധമായ കേസുകളിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട്. 5 ഇതളുകളുള്ള പൂവ് കണ്ടില്ലേ? ഇവിടെ കാണിച്ചിരിക്കുന്നത് മാറ്റത്തെ കാണിക്കുന്നതാണിത്. ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് പല ആൾക്കാർക്കും. മനസ്സിലായില്ലേ? അങ്ങനെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് വരാതിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഐസൊലേഷനാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഐസൊലേഷനാണ്, പലരും നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കാതെ മുന്നോട്ട് വരിക. മനസ്സിലായില്ലേ? നിന്നിടത്ത് നിന്ന് സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ്? ഈ സ്റ്റക്കായിട്ട് ഇരിക്കുന്നിടത്തു നിന്നാണ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വരുന്നത്. മനസ്സിലായില്ലേ? പുതിയൊരു തുടക്കം വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു തുടക്കം വരുന്നത് എവിടെ നിന്നാണ്? ഒരു പരാജയത്തിൽ നിന്നാണ്. ഒരു പരാജയം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് പോകും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ എന്താണ്? അവിടെ പുതിയൊരു തുടക്കം വരികയാണ്. ഇതിനെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അതുപോലെ നിങ്ങൾ അത്രമാത്രം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞില്ല, പഴയ കാര്യങ്ങൾ, ഇവിടെ ഐസൊലേഷൻ സ്റ്റേജ് വന്നിരിക്കുന്നത് തന്നെ അതാണ്. പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എപ്പോഴും പണ്ട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുകയാണ്. കൈവിട്ടുപോയ സാമ്പത്തികത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് അത്ര ലക്ഷം പോയി, ഇത്ര ലക്ഷം പോയി. ഗോൾഡ് ഉണ്ടായിരുന്നു, അത് പോയി. പിന്നീട് ലൈഫിൽ പലരും പറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട് സാമ്പത്തികം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അങ്ങനെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. പാസ്റ്റിലേക്ക് പോവണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. പ്രസൻറ്റിലേക്ക് നിങ്ങൾ നോക്കൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു സന്തോഷം വരുത്തൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഇനി പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. അതിനെ വിട്ടേക്കൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു. ഇനി അതൊന്നും നിങ്ങളിലേക്ക് തിരിച്ച് വരില്ല എങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ ഓർത്ത് നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ട്. എന്താ ഒരു പ്രയോജനം? അതുകൊണ്ട് അതിൽ കുടുങ്ങിക്കിടക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഡിവൈൻ പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ പല്ലും തണ്ടർ ബോൾട്ടാണ്. കണ്ടല്ലോ? ഒരുപാട് പ്രശ്നങ്ങൾ, നല്ല ഒരു ലൈഫ് ആയിരുന്നു. അത് അപ്രതീക്ഷിതമായിട്ട് അതെല്ലാം ഇടിഞ്ഞു തകർന്നു പോയി. സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയ ഒരവസ്ഥ. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. മറ്റുള്ളവർ ചതിയിൽപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ട്. പല സാമ്പത്തികപരമായ ചതിയിൽ നിങ്ങളെ പെടുത്തിയിട്ടുണ്ടാവാം. ഭൂമി സംബന്ധമായ കേസുകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് നല്ലൊരു മാറ്റം, നല്ലൊരു സക്സസ്സിലേക്ക് വരികയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു. ഇവിടെ എക്സ്പീരിയൻസിങ്, നിങ്ങൾ മുൻപ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയും കളയുക. ഇനിയും പുതിയ ജീവിതത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. പുതിയ പരീക്ഷണങ്ങളിലേക്കാണ് നിങ്ങൾ ഇനി പോകാൻ പോകുന്നത്. അതുകൊണ്ട് പഴയതിനെ എല്ലാം മറന്നേക്കുക. അതാണ് വേണ്ടത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫിൽ, അല്ലേ? എല്ലാവർക്കും ഉണ്ടാവുന്നതാണത്. അപ്പോൾ അതിനെ അവിടെ കളയുക, മുന്നോട്ട് വരിക.
മുന്നോട്ട് വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് ലഭിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തണ്ടർബോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് വന്നു, അത് കുറച്ചു കാലം അനുഭവിക്കേണ്ടി വരും, കുറച്ചു കാലം ആ ഒരു ബുദ്ധിമുട്ടിലിരിക്കണം. പക്ഷെ പിന്നീട് എന്താണ്, ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നും ആ ഒരു ദുഃഖത്തിലിരിക്കില്ല ആരും. ആ ഒരു പരാജയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ആ പരാജയം വന്നത് എന്ന് മനസ്സിലാക്കുക. കോൺഷ്യസ്നെസ് വേണം. കണ്ടില്ലേ, അവബോധം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു, വരുന്നു. ഈ ഒരു അവബോധമാണ് നിങ്ങളിലേക്ക് വരേണ്ടത്. ഒരു വലിയൊരു പരാജയം നിങ്ങളുടെ ലൈഫിൽ വന്നു, തുടരെ 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 നിങ്ങൾക്ക് പരാജയങ്ങളാണ് ലൈഫിൽ വരുന്നത്. ഒരു പരാജയം വരുമ്പോൾ എന്താണ്, തുടരെ തുടരെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ അതെല്ലാം കടന്നു പോകും അല്ലേ? എന്താണ് കടന്നു പോകാത്ത, എല്ലാം കടന്നു പോകും. കടന്നു പോയിട്ട് നിങ്ങൾ അപ്പോഴത്തേക്ക് ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഉണ്ടാകും. അവിടെ നിന്ന് പാഠങ്ങൾ പഠിച്ചു വരും മുന്നോട്ട്. പാഠങ്ങൾ വന്നു എങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ അല്ലേ? പല പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോഴാണ് അവിടെ നിന്നും പാഠം പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ പാഠങ്ങൾ പഠിച്ചിട്ട് ബോധമുള്ളവരായി തീരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവബോധം ലഭിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിന് എന്താണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും, നിങ്ങളുടെ ഡ്രസ്സിലെ, ഭക്ഷണത്തിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, ഇപ്പോഴേ കുറച്ച് നല്ല സൗന്ദര്യം വെച്ചിട്ടുണ്ടല്ലോ, കാണാൻ പഴയതിലും ഭംഗിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പലരും കമൻറ്റ് പറയാൻ തുടങ്ങും. അതുപോലെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട്, വരാൻ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അബണ്ടൻസ്, പിന്നീട് എന്താണ്, അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ, സോളിനെ അറിയുമ്പോൾ, ദൈവികപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് അറിവുണ്ടാകും. ഈ അറിവിലൂടെയാണ് നിങ്ങൾക്ക്, അറിവിൻ്റെ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. അതിലൂടെ ദിവ്യപ്രകാശം നിങ്ങൾ കാണാൻ തുടങ്ങും. അതിലൂടെ നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾ സമൃദ്ധിയിലേക്ക് പോകുക. അബണ്ടൻസ് നിങ്ങളെ തേടി വരും. കണ്ടില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ അബണ്ടൻ്റ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിംഗ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു, ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.